എന്നോടൊരു പളവം നാൾ ചോദിക്കുകയാണ് ഞാൻ ഇടക്കിടക്ക് ഒന്നൊക്കെ മുറിയും. അപ്പോൾ ഒന്ന് പറഞ്ഞാലും പിന്നെ മൂപ്പരും കൂടെ പോരൂലല്ലോ, മനുഷ്യന്മാർ കണ്ടാൽ വേറെയല്ലേ വെച്ചിട്ട്. അയാൾ നിസ്കാരം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് എന്താവുള്ളൂ, പിന്നെ പോയി ഒതൊക്കെ എടുത്ത് പിന്നെ നിസ്കരിക്കലാണെന്നാണ് പറഞ്ഞത്. അത് ഭയങ്കര തെറ്റാണ്. ഒതുമില്ലാതെ സുജൂദയിലും നിസ്കരിക്കലൊക്കെ ഭയങ്കര തെറ്റാണ്. പോരാന് എന്ത് സാഹചര്യം പോരാനോടൊന്നും കണ്ട് എന്താ പോരാൻ പറ്റാത്ത സാഹചര്യം? ആൾക്കാരിങ്ങനെ ഇങ്ങനെ കീറി മുറിച്ചിട്ട് പോന്നാൽ മതി, ആളുകളൊക്കെ സഹകരിച്ചു തരും. അങ്ങനെ ഗ്യാപ്പിലല്ല നിൽക്കണത്. നിങ്ങൾ അത് പറയുക, ഓൻ പോന്നാലും വേണ്ടില്ല പോന്നതിനും വേണ്ടില്ല, ഓനെ പിന്നോടെ പറ്റൂല, വേറെ ആളെ പിടിച്ചോടെ ഓടെ നിൽക്കണം നിന്നോട്ടെ, പോരാൻ സ്ഥലമില്ലെങ്കിൽ. അല്ലാന്ന് ഇനി നിർത്തിയല്ലേ നമ്മള് ഇടയ്ക്കിടെ 10 മണിയായി. നിങ്ങൾക്ക് ചോദ്യം ഇപ്പം ഇങ്ങനെ തുടങ്ങണം. ഞാൻ ചോദിച്ചാൽ പറഞ്ഞപ്പോൾ ആർക്കും ചോദ്യം ഉണ്ടായതില്ല. ഒക്കെ ശരിയാണ്. അതുകൊണ്ടല്ലേ 2 റക്അത്തായത്. ലോറ് 4 റക്അത്തുണ്ട്, ജുമ 2 റക്അത്തുള്ളൂ. അങ്ങനെ ഈ ഖുതുബുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കിട്ടാത്ത ആൾക്കും ജുമ കിട്ടും. ആ കിട്ടിയതിന്റെ അത്ര കൂലി ഉണ്ടാവില്ലെന്നുള്ളൂ. സുബൈക്ക് ഒരാൾ വന്നാലും ഓന് ജുമ കിട്ടും, ഖുതുബ തുടങ്ങിയിട്ട് വന്നാലും ജുമ കിട്ടും. സുബൈക്ക് വന്നതിന്റെ കൂലി എങ്ങനെ മറ്റുള്ളവർക്ക് ഉണ്ടാവോ? കൂലിയൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ശരിക്കും ജുമയ്ക്ക് പോകേണ്ട ടൈം സുബൈന്റെ ടൈമാണ്. സുബൈക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഇരിക്കുക, അതാണ് ഏറ്റവും മുന്തിയ രൂപം. ജുമേന്റെ നീയത്തൊക്കെ വെച്ച് കുളിച്ച് സുബൈന്റെ ശേഷം യാത്ര പോകാൻ പാടില്ല. ജുമ മുടങ്ങണ യാത്രയൊക്കെ ഹറാമാണ്. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയി ചായ കുടിച്ചു വരാൻ അതിന് കുഴപ്പമൊന്നുമില്ല. അല്ല നോൻപ് പറ്റണോ? ഇവിടെ പള്ളിയിൽ ഇരിക്കാനല്ല പറഞ്ഞിട്ടുള്ളൂ, നോമ്പെടുക്കാനും പറഞ്ഞിട്ടില്ലല്ലോ. ചായ കുടിച്ചു വരാം, അതിനൊന്നും കുഴപ്പമില്ല. കുടി പോയി മണി കുടിച്ചു തരാം, ഒട്ടകത്തിന് കൂലി കിട്ടും. ചായ കുടിച്ചാൽ കൂടുതൽ വെച്ചിട്ട് നിങ്ങൾ കുത്തിരിക്കാതെ കണ്ട.